നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മഷ്റൂം വെച്ച് ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രീമി മഷ്റൂമുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താ നമ്മൾ സാധാരണ മസാലപ്പൊടികളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന മഷ്റൂമിൻ്റെ ഒരു റെസിപ്പി അല്ലാന്ന്. അപ്പോൾ എന്തായാലും ഇത് സ്പെഷ്യലായിട്ടുള്ള റൈസൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെയൊക്കെ നല്ല പുലാവോ അല്ലെങ്കിൽ ഹെർബൽ റൈസോ അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ക്രീമി മഷ്റൂം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള മഷ്റൂം വേണമെങ്കിലും എടുക്കാം. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഗാർലിക്കാണ്, വെളുത്തുള്ളി ഒരു 8-9 വലിയ അല്ലി എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് കുരുമുളക് വേണം, കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം, പിന്നെ ഫ്രഷ് ക്രീം വേണം. ഫ്രഷ് ക്രീം ഒക്കെ ഇതിപ്പോൾ ഞാൻ അമൂലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 250 ml ആണുള്ളത്. ഇതിൻ്റെ ഒരു പകുതിയോളം എടുക്കും. പിന്നെ ഒറിഗാനോ വേണം. അതുപോലെ നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് വേണം. ഒരു പാനൊക്കെ വെച്ചു, ചൂടാക്കി. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിടാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വാടി വന്നു, കണ്ടില്ലേ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇതാണ്. ഇതൊന്നും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ മഷ്റൂം വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ വന്നോളും. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ട, മഷ്റൂമിൽ തന്നെ ഇങ്ങനെ വെള്ളം വന്നു. അതുപോലെ തന്നെ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്കും മഷ്റൂം ഏകദേശം വെന്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ നല്ല തിള വന്ന് ഒന്ന് വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. ഈ സമയത്ത് അടച്ചു വെക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒറിഗാനോ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല തിള വന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ കട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇങ്ങനെ ഗ്രേവി തിക്കായി വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രീമി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മഷ്റൂമൊക്കെ വെച്ചിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ അല്ലാതെ ഇതുപോലെ ഒരിക്കൽ ചെയ്ത് നോക്കാം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഈ ഒറിഗാനോ ഒക്കെ വെച്ച് ചെയ്യുന്ന റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ